അമ്മയ്ക്കും തൃക്കുമാരനും കോടാനുകോടി നന്ദി സ്തോത്രവും ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ പേര് ഷീബ പൗലോസ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് സെൻറ്റ് മേരീസ് യാക്കോബൈറ്റ്സ് ചർച്ചിൽ നിന്ന് വരുന്നു. എൻ്റെ ഭർത്താവിന് ദുബായിലെ ജോലി കൊറോണ വന്ന് നഷ്ടപ്പെട്ടിരുന്നു. 56 വയസ്സായിരുന്നു. വീണ്ടും CV കൊടുത്തപ്പോൾ എല്ലാവരും റിജക്ഷനാണ് പറഞ്ഞത്. ഒരു ജോലിക്ക് വേണ്ടി പെട്ടെന്ന് നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു വേദന. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. 2019 ഞാനിവിടെ ഉടമ്പടിയിലാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ 56 വയസ്സിൽ ദുബായിലെ ഒരാൾക്ക് വിസ അടിക്കില്ല, പ്രത്യേകിച്ച് ഡ്രൈവർ വിസ. അതൊരു അത്ഭുതകരമായി എൻ്റെ മാതാവ് എനിക്ക് അനുഗ്രഹിച്ചു. ആൾ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നു, 2 വർഷമായി ജോലി ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മൂത്ത മകനെ വിവാഹത്തിനായി ഞാൻ ഉടമ്പടി എടുത്തിരുന്നു. അവന് 24 വയസ്സായി. അവൻ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. എന്ത് കാര്യങ്ങൾ വന്നാലും അവനെ ദുബായിൽ നിന്ന് വരുത്തും. പെണ്ണിൻ്റെ വീട്ടുകാരെല്ലാം ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് സമയം അത് റിജക്ഷനായി പോവും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. മകനെ 30ാമത്തെ വയസ്സിലാണ് മകൻ്റെ വിവാഹം. കാനായിലെ കല്യാണ വിരുന്ന് പോലെ അമ്മ അതിമനോഹരമായി നടത്തി തന്നു. ഞാൻ നിരാശപ്പെട്ടില്ല. മുറുകെ തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഒരു മകളെ തന്ന് അനുഗ്രഹിക്കണമെന്ന്. നല്ലൊരു മകളെ തന്ന് എനിക്ക് അനുഗ്രഹിച്ചു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ. അതുപോലെ ഞാൻ ഉടമ്പടിയിലായിരിക്കുമ്പോൾ എനിക്ക് ഒരു 10 ലക്ഷത്തിൻ്റെ കുറി ഉണ്ടായിരുന്നു. അത് 3ാമത്തെ നറുക്ക് എനിക്ക് കിട്ടി. എൻ്റെ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ ഒരു 40 വർഷം ഞാൻ കുഞ്ഞുനാൾ മുതൽ എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ഛർദി ഉണ്ടായിരുന്നു. ഞാനിവിടെ കൃപാസനത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വന്നിരുന്നത്. ഛർദിക്കുമായിരുന്നു. ഞാൻ ട്രെയിൻ പിടിച്ചും അങ്ങനെയൊക്കെയാണ് വന്നിരുന്നത്. ഇപ്പോൾ എനിക്കങ്ങനെ യാതൊരു വക ബുദ്ധിമുട്ടുമില്ല. ഞാനിപ്പോൾ ബസ്സിലാണ് ഇവിടെ വരുന്നത്. അതെൻ്റെ മാതാവ് അതെനിക്ക് എടുത്തു മാറ്റി. അതുപോലെ ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ഏതൊരു മക്കൾക്കും എന്നിൽ കഴിയുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ ഞാൻ പത്രം മേടിച്ച് എല്ലാ മാസവും കൊണ്ടുപോകും. ആശുപത്രികളിലും വീടുകളിലും എല്ലാം മാതാവിനെക്കുറിച്ച് പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ച് പലരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അനേകം ആളുകൾ എനിക്കിവിടെ കൊണ്ടുവരാനും പ്രാർത്ഥിക്കുവാനും അവർക്ക് അനുഗ്രഹം പ്രാപിക്കാനും എനിക്ക് ഇടയായിട്ടുണ്ട്. അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദവര മാതാവേ, എൻ്റെ ഈ ഇളയ മകൻ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് പുറകോട്ടായിരുന്നു. ഞാൻ എന്നും വെളുപ്പിന് 5 മണിക്ക് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മകൻ അവിടെ റൂമിൽ കിടന്നുറങ്ങുകയായിരിക്കും. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസം അവൻ പറഞ്ഞു, എൻ്റെ ഇടവക പള്ളി മാതാവിൻ്റെ പള്ളിയാണ്. ആ പള്ളിയിൽ അനേകം പേര് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം എന്നോട് എല്ലാവരും പറയും, നീ എന്തിന് ആലപ്പുഴ വരെ പോകുന്നു? നമ്മുടെ ഇവിടെ പള്ളിയുണ്ടല്ലോ, മാതാവുണ്ടല്ലോ എന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ പറയും, ഓരോ സൈറ്റല്ലേ ഓരോ പ്രത്യക്ഷത്തിനുള്ളത് എന്ന് ഞാൻ പറയും. എന്നാലും ഞാൻ പോരുന്നത് എൻ്റെ പള്ളിയോട് ചേർന്നാണ് എൻ്റെ വീട്. എന്നാലും ഞാൻ അമ്മയോട്, അമ്മേ, ഞാൻ അവിടെ വരെ പോയിട്ട് വരാം എന്ന് എന്നും അനുവാദം ചോദിച്ചാണ് ഞാൻ വരാറുള്ളത്. അങ്ങനെ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകൻ പറഞ്ഞു, മമ്മി, ഞാനും ഉണ്ട് കൃപാസനത്തിലിരിക്കുന്നു. ഇവൻ പറഞ്ഞു. എനിക്കത് സന്തോഷമായി. അവൻ പുറത്തേക്ക് യൂറോപ്പ് കൺട്രിയിലേക്ക് പോകാനായിട്ടുള്ള വിസയ്ക്കായിട്ടൊക്കെ ശ്രമിക്കുകയായിരുന്നു. 2 സ്ഥലത്തു നിന്ന് റിജക്ഷനായി. അവന് വിഷമായി. ഞാൻ പറഞ്ഞു, മോനെ, പ്രാർത്ഥിക്കേ, അല്ലാതെ ഒരു കാര്യങ്ങളും നടക്കില്ല. അങ്ങനെ അവൻ ഒരു പള്ളിയിൽ പോകാൻ പോലും മടിയുള്ള മകൻ ഇന്ന് മുട്ടുമ്മ നിന്ന് കൊന്ത ചെല്ലും, ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും, എല്ലാം ചെയ്യും. ഇപ്പോൾ അവൻ്റെ കാര്യങ്ങൾ അവൻ തന്നെ പറയും. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവ് എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടാവാറുണ്ട്. പിന്നെ മെഴുകുതിരിയിലെ അമ്മയുടെയും തൃക്കുമാരൻ്റെ ഒരു സ്റ്റാച്ചു പോലെ എനിക്ക് കിട്ടാറുണ്ട്. ഞാനതെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ഒരാൾ സംസാരിക്കുന്ന പോലെ അമ്മ എന്നോട്, ഞാൻ എന്തെങ്കിലും വിഷമമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് മാതാവിനോട് ഞാൻ ചോദിക്കുക എന്താ വേണ്ടത്. അപ്പോൾ എനിക്ക് പറഞ്ഞു തരും, അത് വേണ്ട, ഇത് ചെയ്യേ എന്ന് പറഞ്ഞു തരും. ഞാനത് ഇന്ന് വരെ ഞാൻ അനുസരിച്ചിട്ടുള്ളൂ. മാതാവിൻ്റെ സ്വരം എനിക്ക് കേൾക്കാൻ ഈ പാപിയായി എനിക്ക് സാധിച്ചിട്ടുണ്ട്. അമ്മേ, പരിശുദ്ധമേ, കാരുണ്യ പ്രവൃത്തികൾ ഞാൻ എല്ലാവർക്കും പത്രങ്ങൾ കൊണ്ടുകൊടുക്കും. ആശുപത്രികളിലൊക്കെ കയറി ഇറങ്ങും. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കും. എന്നോട് ആരെന്ത് സഹായം ചോദിച്ചാലും എൻ്റെ കയ്യിലില്ലെങ്കിലും ഞാനത് ഉള്ളത്
അവർക്ക് കൊടുത്തു. ഇന്ന് വരെ ആരും നിരാശപ്പെട്ട് എൻ്റെ അടുത്ത് നിന്ന് പോയിട്ടില്ല. എനിക്കങ്ങനെ കൊടുക്കാൻ ഒരുപാടൊന്നുമില്ല, എന്നാലും ഉള്ളതിൽ നിന്ന് ഞാൻ കൊടുക്കാറുണ്ട്, സഹായിക്കാറുണ്ട്. ഇനി മകൻ്റെ കാര്യങ്ങൾ മകൻ പറയും. എൻ്റെ പേര് മെൽവിൻ, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ആദ്യം ഞാൻ പ്രാർത്ഥന ഭയങ്കര ബാക്കോട്ടായിരുന്നു. എനിക്ക് ആദ്യം റിജക്ഷൻ കിട്ടി യൂറോപ്പിലോട്ട് കൊടുത്തപ്പോൾ. ലാറ്റ്വിയാണ് കൺട്രി പഠിക്കാനായിട്ടാണ്. അപ്പോൾ റിജക്ഷൻ ടൈമിൽ ഞാൻ ഇങ്ങനെ ഓർത്തു മമ്മി കൃപാസനം പോണതാണ്. അപ്പോൾ മമ്മിയുടെ പോയിട്ട് ഉടമ്പടി എടുക്കുകയാണെന്ന് എനിക്ക് മനസ്സോട് തോന്നിയപ്പോൾ ഞാൻ എടുത്തിട്ട് ഫസ്റ്റത്തേലും 3 വട്ടം പുതുക്കിയാലും എനിക്ക് മര്യാദയ്ക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ഉഴപ്പായിരുന്നു ഉടമ്പടി എടുത്തിട്ടും. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കെ എനിക്ക് അഡ്മിഷൻ വേറെ കണ്ടിട്ട് ഞാൻ കൊടുത്തു. അത് റിജക്ഷൻ കിട്ടിയിട്ട് ഞാൻ വേറെ കണ്ടിട്ട് കൊടുത്തു. അപ്പോൾ അവിടെ എനിക്ക് യൂണിവേഴ്സിറ്റി സെലക്ഷൻ കിട്ടിയാലും വിസ പ്രോസസ്സിങ് ഭയങ്കര ലാഗായിട്ട് നടന്നായിരുന്നത്. അപ്പോൾ ഇങ്ങനെ എനിക്ക് വിസ കിട്ടിയില്ല. അപ്പോൾ ഇവിടെ ഞാൻ 4ാമത് പുതുക്കാൻ വന്നപ്പോൾ ഇവിടുത്തെ പുതുക്കാരൻ സീലോ ഇങ്ങനെ ചേച്ചി ചോദിച്ചു, എൻ്റെ സാക്ഷ്യം പറയാറായോ ചോദിച്ചു. പറഞ്ഞു ഇല്ല, എൻ്റെ ആയിട്ടില്ല, വിസ കിട്ടിയിട്ടില്ല, ഇങ്ങനെ ലാഗായിട്ട് നടക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പ്രാർത്ഥനയുടെ കുറവുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവണേന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ലാസ്റ്റ് എടുത്ത് പുതുക്കിയപ്പോൾ ഞാൻ 4ാമത് ഞാൻ പുതുക്കിയപ്പോൾ കറക്റ്റായിട്ട് ഞാൻ അത് പാലിച്ചു. ഡെയിലി നന്നായി ബൈബിള് ഇടയ്ക്കിടയ്ക്ക് മുടങ്ങാറുണ്ട്, അത് കറക്റ്റായിട്ട് വായിക്കാൻ തുടങ്ങി. പ്രാർത്ഥന ഇടയ്ക്ക് സാഹചര്യം എനിക്ക് പ്രാർത്ഥിക്കണം, എന്നാലും ഞാൻ പ്രാർത്ഥന മുടക്കാറില്ല. പുറത്താണെങ്കിലും പ്രാർത്ഥന ഞാൻ നടത്തും. കൊന്ത ചൊല്ലും, യാത്രയിലാണെങ്കിലും ഞാൻ കൊന്ത ചൊല്ലും, കൊന്ത ഞാൻ മുടക്കാറില്ല. പിന്നെ പാവങ്ങൾക്ക് ഫുഡ് കൊടുക്കാനൊക്കെ മമ്മിയുടെ ഒപ്പം കൂടാറുണ്ട്. മമ്മിയുടെ ഒപ്പം ഞാനും മമ്മിയും കൂടി ഫുഡും കാര്യങ്ങളൊക്കെ അവർക്ക് എത്തിച്ചു കൊടുക്കും. എനിക്കും മമ്മിക്കും കഴിയാവുന്ന അത്രയും സഹായങ്ങൾ ഞാൻ പാവങ്ങൾക്ക് ചെയ്തു കൊടുക്കാറുണ്ട് ഞങ്ങൾ. ഇപ്പോൾ എനിക്കെല്ലാം ആ കറക്റ്റായിട്ട് കൊണ്ട് നടന്നുകൊണ്ട് എനിക്കിപ്പോൾ എല്ലാം വേഗം നടന്നു. എനിക്കിപ്പോൾ വിസ കിട്ടി. ഇപ്പോൾ എനിക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കണു. ഞാൻ ഇപ്പോൾ പോകാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൂടെ നോക്കുകയാണ്. അത്രയുള്ളൂ. ഇനി അവിടെ ചെന്നിട്ട് ഇനി പഠിച്ച് ആ കോഴ്സ് പൂർത്തീകരിച്ച് നല്ലൊരു ജോലി കയറാൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് കുറച്ച് വിശ്വസിക്കുന്നു. അങ്ങോട്ട് എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പുറപ്പാട് ജനത, അതായത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത മോശയോട് പറയുന്നുണ്ട് 19:8 കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം. ഇവിടെ ദൈവം മറുപടി പറയുന്നുണ്ട് മോശയുടെ, ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും എന്നൊക്കെ പറഞ്ഞ് മോശ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് 19:33 ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഉടമ്പടി അനുഗ്രഹവും അവകാശവുമാണ്. അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കും, അവകാശം ലഭിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. ഈ അവകാശം ലഭിക്കുന്നത് സ്വന്തമാകുമ്പോഴാണ്. ഈ സ്വന്തം എന്ന് പറയുന്നതൊക്കെ അതൊരു വ്യക്തിബന്ധത്തെയും അത്രയേറെ സ്നേഹത്തിൻ്റെ ഒരു തീഷ്ണതയൊക്കെയാണ് കാണിക്കുക. ദൈവം സ്വന്തമാകുന്ന അവസ്ഥ, ദൈവത്തെ നാം സ്വന്തമാക്കുന്ന അവസ്ഥ, അത് ഉടമ്പടിയിലൂടെ എങ്ങനെ നടന്നു എന്നുള്ളതാണ് ഇവിടെ ഷീബയും തൻ്റെ മകൻ മെൽവിനും പങ്കുവയ്ക്കുന്നത്. ഈ മകള് ഇപ്പോൾ എത്ര വർഷമായി ഉടമ്പടിയിൽ? 7 വർഷമായിട്ട് ഉടമ്പടിയിൽ ജീവിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഒത്തിരിയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. മക്കളൊക്കെ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. നാട്ടുകാർ ചോദിക്കുന്നു എന്തിനാണ് ഈ പള്ളിയിൽ തന്നെ വരുന്നത്. പക്ഷേ ഇവിടെ തന്നെ അതിനൊക്കെ മറുപടി മകൾ കൊടുത്തു. അങ്ങനെ അമ്മയുമായിട്ടുള്ള ആ ബന്ധം അത് തുടർന്നു കൊണ്ടുപോകാനായിട്ട് കൃപാസനത്തിലേക്ക് വരുന്നു. തൻ്റെ അമ്മ പോകുന്നത് കണ്ടിട്ട് മകനും വരികയാണ്. ആ മകൻ എങ്ങനെയുള്ള മകനായിരുന്നു, പ്രാർത്ഥനയൊക്കെ എങ്ങനെയെന്നെല്ലാം ഈ അമ്മ ഇവിടെ പങ്കുവെച്ചു. എന്നാൽ തൻ്റെ അമ്മയുടെ നിരന്തരമായിട്ടുള്ള ഈ കൃപാസനത്തിലേക്കുള്ള അമ്മയുടെ സഞ്ചാരവും, അതുപോലെ തൻ്റെ അമ്മ എങ്ങനെയാണ് കൃപാസനത്തിലെ പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ പ്രാർത്ഥിച്ച് അമ്മയുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, തങ്ങളുടെ കുടുംബത്തിൽ വന്ന മാറ്റങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ മെൽവിനും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു. അങ്ങനെ തൻ്റെ വിസ പ്രോസസ്സിംഗ് ഒക്കെ കംപ്ലീറ്റായി റിജക്ഷൻ വന്നിരുന്നതാണ്. 4ാമത്തെ പുതുക്കലിനാണ് താൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ആത്മാർത്ഥമായിട്ട്. അപ്പോൾ മുതൽ അത്രയേറെ അതിൻ്റെ കൂദാശ ജീവിതം എല്ലാം താൻ പുനരാരംഭിക്കുന്നു. വളരെ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ, ഇവിടുന്ന് നിബന്ധനയായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ആ മകൻ തൻ്റെ ജീവിതത്തിൽ പാലിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ, അത് ചെയ്തു തുടങ്ങുമ്പോൾ തനിക്ക് റിജക്ഷനായിരുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുന്നു. അങ്ങനെ
ഇന്ന് താൻ വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി. അങ്ങനെ അമ്മയ്ക്ക് വന്ന് നന്ദി പറയുകയാണ്. പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ തനിക്ക് തൻ്റെ ഹസ്ബൻഡിന് 56 വയസ്സ് കഴിഞ്ഞു. വീണ്ടും ഒരു ജോലിയൊക്കെ കിട്ടുക അത് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ദുബായിൽ വീണ്ടും ആ മകന് വിസ അടിച്ചു കിട്ടുകയും ജോലി തുടരുകയും ചെയ്തു. തൻ്റെ മൂത്ത മകൻ്റെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തങ്ങൾക്ക് ബാധ്യതകളൊക്കെ ഉള്ളപ്പോൾ 10 ലക്ഷത്തിൻ്റെ ഒരു കുറിയൊക്കെ തങ്ങൾക്ക് ലഭിക്കുന്നു. ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് പരിശുദ്ധ അമ്മ തന്നെ നയിച്ചത്. നീ അത് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യണ്ട, ഈ പറയുന്ന ഒരു സ്വരം, അതാണ് യെശയ്യാ 30:21 നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും. ഇതെല്ലാം തനിക്ക് കേൾക്കാൻ സാധിച്ചു. തന്നെ അമ്മ ഗൈഡ് ചെയ്യുന്നത് സുഗന്ധാഭിഷേകം സാന്നിധ്യമൊക്കെയായി അമ്മ എങ്ങനെയാണ് ഉടമ്പടിയെടുത്ത തൻ്റെ കൂടെ ഉള്ളത്, ഇതെല്ലാം ഈ മകളും മനസ്സിലാക്കുന്നു. അങ്ങനെ തൻ്റെ മകൻ്റെ വിവാഹം, അതിനുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി ഏറ്റവും നല്ല രീതിയിൽ കർത്താവിനെ കൂടെ കൊണ്ടു നടക്കുന്ന ഉടമ്പടി വാഹകരായിട്ട് താനും തൻ്റെ മക്കളും മാറിയതിൻ്റെ സാക്ഷ്യമാണ് ഈ അമ്മ ഇവിടെ പങ്കുവയ്ക്കുന്നത്. നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.